കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനവുമായി ഓർത്തഡോക്സ് സഭ. ആശയങ്ങളെ ആയുധം കൊണ്ട് നേരിടുന്ന സംഘടകരമായ കാഴ്ചകൾ ജനാധിപത്യത്തിന്റെ മൂല്യങ്ങളെ മുറിവേൽപ്പിക്കുന്നുവെന്ന് സഭ. അറിവിന്റെ പുസ്തകത്താളുകളിൽ അഴിമതിയുടെ കറ പുരളുന്നത് പുരോഗമന സമൂഹത്തിന് യോജിച്ചതല്ലെന്നും സഭ വ്യക്തമാക്കി. വിവരങ്ങളുമായി സനോജ് കൂടിച്ചേരുന്നുണ്ട്. സനോജ്, CJPക്ക് നേരെ നടന്ന കേന്ദ്ര സർക്കാരിന്റെ നരനായാട്ടിനെതിരെയാണ് ഇപ്പോൾ വിമർശനവുമായി ഓർത്തഡോക്സ് സഭ കൂടി രംഗത്ത് വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായിട്ടും കോക്രോച്ച് ജനതാ പാർട്ടി രാജ്യതലസ്ഥാനത്ത് സംഘടിപ്പിക്കുന്ന ശക്തമായ പ്രതിഷേധത്തിനെതിരെ പോലീസിന്റെ ഭാഗത്തു നിന്നും ക്രൂരമായ മർദ്ദനമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത്. പ്രതിപക്ഷ പാർട്ടികൾ, ഇടതുപക്ഷം ഉൾപ്പെടെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളും ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രാജ്യതലസ്ഥാനത്ത് ശക്തമായ സമര പരമ്പര തന്നെയാണ് നടത്തിയത്. ഇതിന് പിന്നാലെ പോലീസിന്റെ നരനായാട്ടിനെതിരെയാണ് ഇപ്പോൾ ഓർത്തഡോക്സ് സഭ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ളത്. മത്സര പരീക്ഷകളിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ യുവജനങ്ങളും വിദ്യാർത്ഥികളും ഉയർത്തുന്ന ആശങ്കകൾക്ക് ക്രിയാത്മകമായ പരിഹാരം കണ്ടെത്താൻ ഭരണാധികാരികൾക്ക് കഴിയണമെന്ന് ഓർത്തഡോക്സ് സഭ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. പുതുതലമുറയുടെ ഊർജ്ജസ്വലത തെരുവിൽ പാഴാക്കാനുള്ളതല്ല, മറിച്ച് അവരുടെ ചിന്താശേഷിയും സർഗാത്മകതയും നാടിന്റെ വികസനത്തിനാണ് വിനിയോഗിക്കേണ്ടത്. എന്നാൽ ദൗർഭാഗ്യവശാൽ ഇന്നത്തെ യുവത കടുത്ത പ്രതിഷേധത്തിലും നിരാശയിലുമാണ്. ആശയങ്ങളെ ആയുധങ്ങൾ കൊണ്ട് നേരിടുന്നത് സങ്കടകരമായ കാഴ്ചകളാണ്, ജനാധിപത്യത്തിന്റെ മൂല്യങ്ങളെ മുറിവേൽപ്പിക്കുകയാണ് എന്നും കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനത്തിൽ ഓർത്തഡോക്സ് സഭ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ പ്രതിഷേധങ്ങൾ അക്രമത്തിന്റെ പാതയിലേക്ക് പോവാതിരിക്കാൻ യുവസമൂഹവും ജാഗ്രത കാട്ടണമെന്നും ചോദ്യപേപ്പർ ചോർച്ച മാപ്പർഹിക്കാത്ത കുറ്റകൃത്യമാണെന്നും പ്രധാനമന്ത്രിയുടെ പ്രസ്താവന വിഷയത്തിന്റെ ഗൗരവം സൂചിപ്പിക്കുന്നതായും ഓർത്തഡോക്സ് സഭ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. അവന്തിക.